ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റഫ്ഡ് ടൈപ്പ് മുളക് ബജിയാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ് എടുക്കുക. ഇത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പർ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഒന്ന് ചെറുതായിരിക്കണം. എന്നിട്ടൊരു പാത്രത്തിൽ കടലപ്പൊടി എടുക്കുക. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കടലപ്പൊടി എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുക. ഇത് ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഇത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടിയിൽ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബജി മുളക് എടുക്കുക. അത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒറ്റ കട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരു കളയാം. സ്റ്റഫ്ഡ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സ്റ്റഫ് ചെയ്യണമെങ്കിൽ നമുക്ക് കുരു കളയാം. കുരു വെച്ചിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കൈയോട് ഇതേപോലെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഫില്ല് ചെയ്യാൻ പറ്റും അത്രത്തോളം ഫില്ല് ചെയ്ത് നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റും. ഞങ്ങൾ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിൽ കോക്കനട്ട് ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ബജ്മുളക് മാവിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞങ്ങൾ ഫ്രൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്തത്. ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കണ്ട, പക്ഷേ ടേസ്റ്റ് വൈസ് ഇത് അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ അതിനുള്ളിൽ ഉള്ളിയും പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് ആ സ്റ്റഫ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം. അതിന് വിട്ടുപോയിട്ടുണ്ട് പറയാൻ. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഷേപ്പ് നോക്കണ്ട, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.